ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. സമൃദ്ധമായ വെള്ളമുള്ള ഒരു കിണറിലേക്ക് ഒരു ബക്കറ്റ് ഇറക്കുന്നത് ആ ബക്കറ്റ് നിറയും എന്ന പ്രതീക്ഷയോടെയാണ്. നാം ഏതു വലിപ്പത്തിലുള്ള പാത്രം ഇറക്കുന്നുവോ അതിനെ നിറച്ചെടുക്കാം. ചോർച്ചയുള്ളത് ഇറക്കിയാൽ മുകളിൽ വരുമ്പോൾ ചോർന്നൊലിച്ചതിൻ്റെ ബാക്കി മാത്രമേ ലഭിക്കൂ. ദൈവത്തിലുള്ള വിശ്വാസം അങ്ങനെയാണ്. നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ സമൃദ്ധമായ ആശ്വാസങ്ങൾ നിറഞ്ഞുകിടക്കുന്ന ദൈവസന്നിധിയിലേക്ക് നാം നമ്മുടെ വിശ്വാസം നിറഞ്ഞ മനസ്സിറക്കുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവിനനുസരിച്ച് നിറച്ചെടുക്കാം. ചോർച്ചയുള്ള വിശ്വാസമല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ മുറിവുകൾ എത്ര ആഴമുള്ളതാണെങ്കിലും, ജീവിത പ്രയാസങ്ങൾ എത്ര നേറുന്നതാണെങ്കിലും ദൈവസന്നിധിയിൽ വരുമ്പോൾ അളവ് വെക്കരുത്, അതിനെ നിറച്ചെടുക്കാം. അളവ് കൂടാതെ നൽകുവാൻ ദൈവസന്നിധി നിറഞ്ഞുകിടക്കുകയാണ്. നിങ്ങളെ അന്ധരാക്കുന്ന, തകർത്ത് കളയുന്ന ആ പ്രശ്നം എത്ര വലുതാണെങ്കിലും ദൈവസന്നിധിയിലേക്ക് വിശ്വാസത്തോടെ വരിക. ഈ കടഭാരം മാറുമോ? ഈ രോഗം സൗഖ്യമാകുമോ? എൻ്റെ ഭാവി എന്താകുമെന്ന് ശങ്കിക്കുന്നവർ വിശ്വസിക്കുക. അവൻ വാഗ്ദത്തം നിവർത്തിച്ചു തരുന്നവനാണ്. നാം ഏതു വലിപ്പത്തിലുള്ള വിശ്വാസമാണോ ദൈവസന്നിധിയിലേക്ക് ഇറക്കുന്നത് അതനുസരിച്ച് നിറച്ചെടുക്കാം. കണ്ണുകൊണ്ട് കണ്ടിട്ട് വിശ്വസിക്കുന്നതിനെയല്ല വിശ്വാസം എന്ന് പറയുന്നത്. പൗലോസ്ലീഹ പറയുന്നു, ഞങ്ങൾ ജീവിക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ സിംഹത്തിൻ്റെ വായടച്ചു. വിശ്വാസത്താൽ യെരീഹോ മതിലിനെ നിലംപരിശാക്കി. വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി. വിശ്വാസത്താൽ സ്ത്രീകൾക്ക് മരിച്ചുപോയ അവരുടെ ഭർത്താക്കന്മാരെ തിരികെ ലഭിച്ചു. വിശ്വാസത്താൽ എന്ത് ആശിക്കുന്നുവോ പ്രഖ്യാപിക്കുന്നുവോ അതിലുള്ള നമ്മുടെ ഉറപ്പ് തകരാതിരിക്കുന്ന കാലത്തോളം ദൈവിക വാഗ്ദത്തങ്ങൾ നിന്നിൽ നടന്നുകൊണ്ടിരിക്കും. കാരണം അവൻ നഷ്ടപ്പെട്ടവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. ഗലാത്യർ 2:20. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താലത്രേ ജീവിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ച്